സ്വയം മാനസികമായി നമ്മൾ ലഈഫായി പോവുകയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മളെ ആളുകൾ വഞ്ചിക്കുകയാണ്, നമ്മുടെ ഈമാനെ ആളുകൾ ദുർബലപ്പെടുത്തുകയാണ്. ഇത് മാത്രമല്ല ഇന്നത്തെ ഓൺലൈൻ മജ്‌ലിസും ആ കൂട്ടത്തിൽ ഇതുകൂടി നിങ്ങൾ ഉറപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഓൺലൈൻ മജ്‌ലിസിന്റെ ഓരോ അവസ്ഥകൾ കാണുമ്പോൾ മഅദല്ലാഹ് നമുക്ക് സങ്കടം വരികയാണ്. നമ്മുടെ പെണ്ണുങ്ങൾക്ക്, നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഇത്രയധികം ആത്മീയത മുട്ടി നിൽക്കുന്ന ഒരു വിഭാഗം വേറെ എവിടെങ്കിലും ഉണ്ട്? എത്ര മനോഹരമായിരുന്നു നമ്മുടെ ഭൂതകാലം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിയ ഓതും, യാസീൻ ഓതും, ദിക്ർ ചൊല്ലും, എന്തെല്ലാം നന്മകൾ ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി ഒന്നില്ലെങ്കിൽ ടി വി ഓണാക്കി വെച്ച് അതിലെ മജ്‌ലിസ്, അല്ലെങ്കിൽ മൊബൈൽ ഓണാക്കി വെച്ച് അതിലെ മജ്‌ലിസ്. എന്നാൽ നല്ല 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 കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരിക്കലും നമ്മളത് ഇല്ല എന്ന് പറയുന്നില്ല. എന്റെ അനുഭവത്തിൽ തന്നെ നിരന്തരമായി സീരിയൽ കണ്ടിരുന്ന ഒരു സ്ത്രീ ഈ മദനിയം പോലുള്ള നല്ല മജ്‌ലിസിന്റെ ഭാഗമായത് എനിക്ക് നേരിട്ടറിയാം. നല്ല മജ്‌ലിസുകൾ, ആത്മീയമായി ഉണർവ് കൊടുത്തിട്ടുള്ള മജ്‌ലിസുകളുണ്ട്. അതിനെ പൂർണ്ണമായി നമുക്ക് ഒരു കാര്യത്തെ നിരാകരിക്കാൻ കഴിയില്ല. നല്ലതിന് നല്ലതെന്ന് നമ്മൾ പറയണം. അള്ളാഹു അവർക്കൊക്കെ ഖൈർ ചെയ്യുമാറാകട്ടെ. എന്നാൽ ആളുകളുടെ ഈമാൻ തകർത്ത് കളയുന്ന തരത്തിലുള്ള ഗോഷ്ഠികളും കോപ്രായങ്ങളും ധാരാളമായി അധികരിക്കുകയും ആളുകൾ അതിന്റെ അഡിക്റ്റ് ആകുകയും പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക്, ഡിസോർഡറുകളിലേക്ക് ആളുകൾ പോയതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളെ നമുക്കറിയാൻ കഴിയും. അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, നമുക്ക് ദിക്ർ ചെല്ലണമെങ്കിൽ വീട്ടിലിരുന്ന് ചെല്ല്. നമുക്ക് ഖുർആൻ ഓതണമെങ്കിൽ വീട്ടിലിരുന്ന് ഓത്. നമ്മുടെ ഇവിടെ ഈ നാട്ടിൽ തന്നെ ഖുർആൻ ക്ലാസും ദിക്റിന്റെ മജ്‌ലിസുകളൊക്കെ മാസാന്തരവും ആഴ്ചകളിൽ നടക്കുന്നില്ല. അതിനകത്തൊക്കെ പങ്കെടുക്ക്. എത്ര ഖൈറുണ്ട്. ഭർത്താവ് വീട്ടിൽ വന്ന് ആഹാരം ചോദിക്കുമ്പോഴും ഒന്ന് നിക്ക് മനുഷ്യ, ഈ മജ്‌ലിസ് കഴിയട്ടെ. ഇത്തരം മജ്‌ലിസിന്റെ പേരിൽ പരസ്പരം മിണ്ടാതിരുന്ന് ഭർത്താവ് ഭാര്യയെ പറഞ്ഞ് വീട്ടിൽ വിട്ട സംഭവങ്ങളുണ്ട്. അയാള് വൈകുന്നേരം പണി കഴിഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ മജ്‌ലിസിലിരുന്നിട്ട്, ഓൺലൈൻ മജ്‌ലിസിലിരുന്നിട്ട് അരമണിക്കൂറും 3/4 മണിക്കൂറും ഭക്ഷണം വഹിപ്പിക്കുന്ന പെണ്ണുങ്ങള് എത്ര പെണ്ണുങ്ങളാണ്. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു സ്ത്രീയാണെങ്കിൽ അവൾ മറിയം ബീവിയെ പോലെ ഇബാദത്ത് ചെയ്യുന്ന ഒരു പെണ്ണ്, അവളാകട്ടെ അവിടെ ഭർത്താവിന്റെ തൃപ്തിയില്ല, ഭർത്താവിനെ പരിഗണിക്കാത്ത പെണ്ണാണെങ്കിൽ അവൾക്ക് സ്വർഗമില്ല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, അവളുടെ ഒരു അമലും പടച്ച തമ്പുരാൻ സ്വീകരിക്കില്ല. ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ അവനെ പരിഗണിക്കാതെ മജ്‌ലിസിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ദിക്റും സ്വലാത്തുമായിട്ട് ചടഞ്ഞുകൂടുന്ന പെണ്ണുങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് ദിക്ർ ചൊല്ലിയാലും, നിങ്ങൾ എന്ത് സ്വലാത്ത് ചൊല്ലിയാലും, നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞാത്മീയത നിങ്ങൾ കാണിച്ചു കൂട്ടിയാലും ആ ഭർത്താവിന്റെ പൊരുത്തമില്ലേ, ആ ഭർത്താവിനെ പരിഗണിക്കേണ്ട സ്ഥലത്ത് പരിഗണിച്ചില്ലേ, നിങ്ങളുടെ ഏത് ദിക്റാണെങ്കിലും, നിങ്ങളുടെ ഏത് മജ്‌ലിസാണെങ്കിലും അല്ലാഹ്ക്കത് വേണ്ട എന്ന് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ, എന്റെ പ്രിയമുള്ള വാപ്പമാരെ, നമുക്ക് വേണ്ടത് അടിയുറച്ച ദൃഢമുള്ള ഈമാനാണ്. നമ്മുടെ അപ്പയും ഉമ്മയും പോയ മണ്ണിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനം കലിമ ചൊല്ലി ഷഹാദത്തിന് സാക്ഷ്യം വരിച്ചുകൊണ്ട് ഈ മണ്ണിൽ നിന്ന് വിട പറഞ്ഞു പോകണം. അതിന് വേണ്ടത് ഖൽബിൽ അല്ലാഹു കത്തിച്ചു വെച്ച തിരുനാളമായ ഈമാന്റെ നൂറാനിയത്ത് നമ്മുടെ ഖൽബിൽ നിന്ന് കെട്ടുപോകാതെ സൂക്ഷിക്കൽ ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണ്. അല്ലാഹുവേ, ഖൈറായ ജീവിതവും ഈമാനുള്ള മരണവും നൽകണേ റഹ്മാനേ. ഞാൻ പറഞ്ഞു, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഉമ്മാനെ വാപ്പാനെ ഇടങ്ങേറാക്കലാണ്.